പേരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുള്ള സ്വന്തം നയൻതാര. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. ജവാൻ, അന്നപൂരാണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി അടുത്തിടെ പുറത്തെത്തിയത്. നയൻസിനെ പോലെ തന്നെ ബോളിവുഡിലെ ഇപ്പോഴത്തെ നമ്പർ 1 നായികയാണ് ദീപിക പദുക്കോൺ. പ്രതിഫലത്തിൽ അടക്കം ദീപികയുടെ അടുത്തെങ്ങും മറ്റ് നടിമാരുമില്ല. കഴിഞ്ഞ വർഷം പഠാനും ഈ വർഷം ഫൈറ്ററും ദീപികയുടെ കരിയറിലെ വിജയ ചിത്രങ്ങളായിരുന്നു. 2023 തന്നെ ഷാരൂഖ് ഖാന്റെ ജവാനിൽ അതിഥി വേഷം ചെയ്തിരുന്നു ദീപിക. ഈ റോൾ നായികയേക്കാൾ നേട്ടം ദീപികയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ദീപികയുടെ അടുത്ത റിലീസ് പ്രഭാസിനൊപ്പമുള്ള കൽക്കി AD 2898 ആണ്. ദീപികയുടെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. കന്നഡയിൽ ഐശ്വര്യ എന്നൊരു ചിത്രം ദീപിക ചെയ്തിരുന്നു. ഇതാണ് ദീപികയുടെ ആദ്യ ചിത്രം. അതേസമയം ദീപിക ബോളിവുഡിലെ സൂപ്പർ താരമായതിനു ശേഷമുള്ള ആദ്യത്തെ ചിത്രമാണ് കൽക്കി. അതുകൊണ്ട് തെലുങ്കിലെ പ്രഥമ ചിത്രമായി ഇതിനെ പറയാം. 600 കോടി ബജറ്റിലാണ് ഈ സയൻസ് ഫിക്ഷൻ ചിത്രം ഒരുങ്ങുന്നത്. രോഹിത് ഷെട്ടിയുടെ സിംഗത്തിന്റെ സീക്വൽ അടക്കം ദീപികയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളാണ്. നാഗാശ്വിനാണ് കൽക്കി സംവിധാനം ചെയ്യുന്നത്. വലിയ ചർച്ചകൾ ചിത്രത്തെക്കുറിച്ച് നടക്കുന്നുണ്ട്. ഹൈദരാബാദിൽ ഈ ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമൽഹാസൻ അടക്കമുള്ളവർ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണിത്. അതേസമയം വലിയ നേട്ടങ്ങളാണ് ആദ്യ ചിത്രത്തിലൂടെ ദീപിക സ്വന്തമാക്കിയത്. കൽക്കിയിൽ ദീപികയ്ക്ക് ലഭിച്ച പ്രതിഫലം അത്രയേറെ വലുതാണ്. 20 കോടിയാണ് ഈ പാൻ ഇന്ത്യൻ ചിത്രത്തിനായി ദീപികയ്ക്ക് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം. നയൻതാരയുടെ കിരീടമാണ് ഇതോടെ ദീപിക സ്വന്തമാക്കിയത്. ദക്ഷിണേന്ത്യയിലും നമ്പർ 1 ആകാൻ ദീപികയെ ഇത് സഹായിച്ചിരിക്കുകയാണ്. നയൻതാര 11 കോടിയാണ് ഒരു ചിത്രത്തിനായി വാങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ മറ്റൊരു നടിയും ഇരട്ട അക്കത്തിൽ പ്രതിഫലം വാങ്ങുന്നില്ല. സാമന്ത, രശ്മിക എന്നിവരെല്ലാം വളരെ പിന്നിലാണ്. എന്നാൽ നയൻതാരയേക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ ദീപിക. കൽക്കിലെ നായകനായ പ്രഭാസിന് 100 കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. നിർണായക വേഷത്തിൽ എത്തുന്ന അമിതാഭ് ബച്ചൻ 10 കോടിയാണ് ലഭിക്കുക. അതേസമയം നെഗറ്റീവ് കഥാപാത്രമായി ചിത്രത്തിലെത്തുന്ന കമൽഹാസന് 15 കോടിയാണ് പ്രതിഫലമായി ലഭിക്കുക. ദിശ പട്ടാണിക്ക് 2 കോടിയും ദുൽഖർ സൽമാന് 3 കോടി രൂപയും പശുപതി, ശാശ്വത ചാറ്റർജി എന്നിവർക്ക് 50 ലക്ഷം രൂപ വീതവും പ്രതിഫലം ലഭിക്കും. നേരത്തെ ഫൈറ്ററിനും ദീപികയ്ക്കും 20 കോടിയായിരുന്നു പ്രതിഫലം ലഭിച്ചത്. സിനിമകൾ ചെലവേറിയതാണെങ്കിൽ 30 കോടി വരെ ദീപിക പ്രതിഫലമായി വാങ്ങാറുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം നയൻതാരയ്ക്ക് കാര്യമായ ഹിറ്റുകളൊന്നും അടുത്തിടെ ഉണ്ടായിട്ടില്ല. അന്നപൂരാണിയാണ് നടിയുടേതായി അവസാനം പുറത്തെത്തിയ ചിത്രം. എന്നാൽ ഇത് നടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അന്നപൂരണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരയ്ക്കെതിരെ കേസ് വന്നിരുന്നു. അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ, നിർമ്മാതാവ്, നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ശ്രീരാമനെ അനാദരിക്കുകയും സിനിമയിലൂടെ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്.